ഇന്നലത്തെ ഒരു വീഡിയോ കണ്ടു. മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മഹാധനൻ എന്ന് പറയുന്ന വ്യക്തി ഒരു മനുഷ്യനെ നിർത്തി അപമാനിക്കുന്നത് എനിക്ക് വളരെ വിഷമം തോന്നി. വയനാട് CPM ജില്ലാ സെക്രട്ടറി റഫീഖിനെയാണ് അപമാനിച്ചത്. ഇയാളെന്തോ എൻ്റെ അടുത്ത് ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അകാരണമായി അയാളോട് ചൂടാകുന്നു. ഈ മമ്മൂട്ടി എന്ന് പറഞ്ഞ വ്യക്തിക്ക് എന്താ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഒരു രാഷ്ട്രീയ നേതാവ് അവിടെ ഒരു സെലിബ്രിറ്റി വരുമ്പോൾ അയാളോടൊപ്പം ആ സ്ഥലത്ത് സന്ദർശിക്കുക എന്നുള്ളൊരു മര്യാദയുടെ ഭാഗമാണ്. വയനാട് ടൗൺഷിപ്പ് ഉണ്ടാക്കിയതിൻ്റെ ഭാഗമായി മമ്മൂട്ടി അത് സന്ദർശിക്കാൻ വന്നു. അപ്പോൾ അവിടുത്തെ പ്രധാന രാഷ്ട്രീയ കക്ഷി അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ രാഷ്ട്രീയ കക്ഷിയുടെ ജില്ലാ സെക്രട്ടറി മമ്മൂട്ടിയെ അനുഗമിച്ചത് ഉചിതം തന്നെയാണ്. മമ്മൂട്ടിയോടൊപ്പമാണ് അയാൾ നിൽക്കേണ്ടത്, അല്ല മമ്മൂട്ടിയുടെ പിന്നിൽ കയറി നിൽക്കുകയല്ല വേണ്ടത്. മമ്മൂട്ടി സിനിമയിൽ അഭിനയിച്ചെന്ന് പറഞ്ഞുകൊണ്ട് മമ്മൂട്ടി മഹാനൊന്നും ആവത്തില്ല. മഹാനടൻ എന്നൊക്കെ പറഞ്ഞ് ഇവന്മാരെ തോളിൽ കയറ്റി വെക്കുമ്പോൾ ഇവൻ്റെയൊക്കെ ധാർഷ്ട്യവും അഹങ്കാരവും സംവിധായകനും തിരക്കഥാകൃത്തും പറഞ്ഞു കൊടുക്കുന്ന വാചകങ്ങൾ കാണാതെ പഠിച്ച് മനഃപ്പാഠം പഠിച്ച് എഴുന്നള്ളിക്കുന്നത് സ്വന്തം കഴിവാണെന്ന് കരുതരുത്. മമ്മൂട്ടിക്ക് വലിയൊരു മഹാവ്യാധി ഉണ്ടായി തിരിച്ചു വന്ന ആളാണ്. തന്നെ ഇത്രയും 74 വയസ്സുമുണ്ട്, എന്നിട്ടും ഒരു മാനസിക പക്വത ആ മനുഷ്യനില്ലെങ്കിൽ കഷ്ടമാണ്. ഒരു മനുഷ്യനെ അവഹേളിക്കുന്ന തരത്തിൽ പരസ്യമായി ഇടപെടുക, അയാളുടെ മനോവിഷമം മനസ്സിലാകാതെ ഇടപെടുക, എന്തൊരു ക്രൂരതയാണ്. ആ മനുഷ്യൻ അനുഭവിച്ച അപമാനം എനിക്ക് മനസ്സിലായത്. ഞാൻ വല്ലതായിരുന്നു ഇയാളുടെ പാർട്ടി പൊക്കോടൂ എന്ന് പറഞ്ഞേനെ. ഇയാൾക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. പറഞ്ഞാൽ അയാളുടെ പാർട്ടി സെക്രട്ടറി സ്ഥാനം പോകും. കാരണം പിണറായി വിജയൻ ഇന്ന് മാപ്പ് ചോദിച്ചു മമ്മൂട്ടിയോട്. എന്തിനാ മാപ്പ് ചോദിച്ചേ? മമ്മൂട്ടി ഈ റഫീഖിനെ അപമാനിച്ചു, പിണറായി വിജയൻ മാപ്പും ചോദിച്ചു. എന്താ ഇതിൻ്റെ സാങ്കത്യം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അടി കൊടുത്തവനോട് മാപ്പ് ചോദിക്കുക. റഫീഖിനെയാണ് അപമാനിച്ചത്, മമ്മൂട്ടിയോട് മാപ്പും ചോദിച്ചു. റഫീഖ് തന്മയത്വത്തോടുകൂടി ഇടപെട്ടു എന്നും പറഞ്ഞു. ഈ മാപ്പ് ചോദിച്ചത് മറ്റൊരു കാര്യമാണ്. മമ്മൂട്ടിയെ പോലൊരു സെലിബ്രിറ്റി ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കേണ്ടത് ഇടതുപക്ഷത്തിൻ്റെ ആവശ്യമാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്നുള്ള ധാരണയിലാണ് പിണറായി വിജയനും കൂട്ടരും നിൽക്കുന്നത്. ജയിക്കത്തില്ല, ഒരു സംശയം വേണ്ട, ജയിക്കത്തില്ല. UDF അധികാരത്തിൽ വരണമെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. UDF വരുന്നത് ഇടതുപക്ഷത്തിനേക്കാൾ അപകടകരമാണ്. പക്ഷേ ജയിക്കുമെന്നൊന്നും കരുതണ്ട പിണറായി വിജയനും കൂട്ടരും. എന്തായാലും മമ്മൂട്ടിയുടെ ഈ ധാർഷ്ട്യം കഷ്ടമാണ് ആ ഒരു വ്യക്തിയോട് കാണിച്ചത്. എനിക്ക് അയാൾ CPM-കാരനോ കോൺഗ്രസ്സുകാരനോ RS-കാരനോ BJP-കാരനോ ആരുമാട്ടെ, വേറൊരു മനുഷ്യനല്ലേ. അയാൾ ഇയാളോടൊപ്പം നിന്നുപോയി. ഇന്നലെ അയാൾ എൻ്റെ കൂടെ നിൽക്കുന്നത്, പിന്നെ ഇയാളെ പുറകെ നടക്കണം. അയാളെന്തോ അടിയാനാണോ? മമ്മൂട്ടിയുടെ അടിയാനാണോ? അയാളോടൊപ്പം നിൽക്കേണ്ടത്. CPM-ൻ്റെ വയനാട് ജില്ലാ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ നിസ്സാര ആളല്ല. വളരെ കാലത്തെ രാഷ്ട്രീയ പരിചയമുള്ള, രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. അയാളെങ്ങനെ അപഹസിക്കുന്നതും അപമാനിച്ചതും വളരെ തെറ്റായിപ്പോയി എന്നാണ് എൻ്റെ അഭിപ്രായം. നന്ദി, നമസ്കാരം.